എൻ്റെ ജീവിതം തകർത്തവരെ വകവരുത്തും. മലപ്പുറം എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതക കേസിലെ മുഖ്യപ്രതി ഷാൻ മാസങ്ങൾക്ക് മുൻപ് സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യമാണ്. ആ സൗഹൃദ സംഘത്തിൽ കൊല്ലപ്പെട്ട റിദാനും ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ കൊലപ്പെടുത്താനായിരുന്നു ഷാൻ പദ്ധതിയിട്ടതെന്ന് തിരിച്ചറിയാൻ റിദാന് കഴിഞ്ഞില്ല. റിദാനൊപ്പം ചിലവഴിച്ച, സൗഹൃദം നടിച്ച് ചിലവഴിച്ച ഓരോ നിമിഷങ്ങളിലും ഷാൻ പദ്ധതിയിട്ടത് അയാളെ വകവരുത്താനായിരുന്നു. സൗഹൃദം നടിച്ച് കൂടെ നടക്കുന്നവരെ പോലും വിശ്വസിക്കരുതെന്ന വലിയ സന്ദേശമാണ്, പാഠമാണ് റിദാൻ ബാസിൽ കൊലപാതക കേസ്. ഷാനും റിദാനും മമ്പാട്ടെ പ്രവാസി വ്യവസായിയുടെ ബിസിനസ് നോക്കി നടത്തുകയായിരുന്നു. വ്യവസായിയുടെ സഹായത്തോടെ ഷാൻ മുണ്ടേങ്ങരയിൽ വീട് നിർമ്മാണം തുടങ്ങി. ഇതിനിടെ ജയിൽ ശിക്ഷയെ തുടർന്ന് സൗദിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഷാനിനെ തിരികെ കൊണ്ടുപോകാൻ വ്യവസായി രേഖകൾ ശരിയാക്കി. എന്നാൽ പിന്നീട് മുന്നറിയിപ്പില്ലാതെ ഷാനിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അതോടെ വീട് നിർമ്മാണം മുടങ്ങി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് റിദാനാണെന്നായിരുന്നു ഷാനിന്റെ സംശയം. ഇതിൽ നിരാശനായാണ് ഷാൻ ലഹരിമരുന്ന് ഉപയോഗം തുടങ്ങിയതെന്നും വീട്ടുകാർ പോലീസിന് മൊഴി നൽകി. എന്നാൽ ഇതിനുശേഷവും റിദാനുമായി ഇയാൾ സൗഹൃദം ഭാവിക്കുകയായിരുന്നു. ഒരാളെ കൊല്ലാൻ ഷാൻ പദ്ധതിയിട്ടതായി കൂട്ടുപ്രതികൾക്ക് സൂചന കിട്ടിയിരുന്നു. തന്റെ ജീവിതം തകർത്തയാളെ വകവരുത്തുമെന്ന് ഇയാൾ ഇടയ്ക്കിടെ പറഞ്ഞതായും അവർ പോലീസിനോട് പറഞ്ഞു. റിദാൻ കൂടെയുള്ളപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അതിനാൽ റിദാനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് സംശയിച്ചില്ല. ഷാനിന് പുറമെ അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശി അഫ്നാസ്, എടവണ്ണ സ്വദേശി റൌഫ്, തിരുവാലി പുളിയക്കോടൻ അനസ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെടിവെക്കാൻ ഉപയോഗിച്ച പിസ്റ്റൾ 1 ലക്ഷം രൂപയ്ക്ക് UP-യിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഷാൻ മൊഴി നൽകിയിരുന്നു. പിസ്റ്റൾ വാങ്ങിയതിന് സാമ്പത്തിക സഹായം നൽകിയത് അനസും റൌഫുമാണെന്ന് പോലീസ് കണ്ടെത്തി. ഷാനിന്റെ ബന്ധുവാണ് റൌഫ്. പിസ്റ്റൾ വാങ്ങാൻ ഷാനിനൊപ്പം പോയത് അഫ്നാസാണ്. അതേസമയം കേസിൽ സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള ഇടപാടും പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം.